ഇന്ന് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു വലിയ വിഷയമാണ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം. ഇത് ഇന്നലെ തുടങ്ങിയ പ്രശ്നമല്ല. വർഷങ്ങളായി രാഷ്ട്രീയവും ചരിത്രവും മതപരമായ വ്യത്യാസങ്ങളും ചേർന്നുണ്ടായ ഒരു വലിയ സംഘർഷമാണ്. 1979 നടന്ന ഇറാനിയൻ റവല്യൂഷന് ശേഷം ഇറാന്റെ രാഷ്ട്രീയ നിലപാട് പൂർണ്ണമായി മാറി. അതിനു മുമ്പ് ഇറാനും ഇസ്രായേലും തമ്മിൽ സൗഹൃദ ബന്ധമുണ്ടായിരുന്നു. പക്ഷെ വിപ്ലവത്തിന് ശേഷം ഇറാൻ പറഞ്ഞു, ഫലസ്തീൻ ജനങ്ങളുടെ അവകാശം നിഷേധിക്കുന്ന ഇസ്രായേൽ നയങ്ങൾ അംഗീകരിക്കാനാവില്ലെന്ന്. ഇന്ന് ഇറാൻ തുറന്നു പറയുന്നു, ഫലസ്തീൻ ജനങ്ങൾക്ക് നീതി ലഭിക്കണം. മറുവശത്ത് ഇസ്രായേൽ പറയുന്നു, ഇറാൻ തന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന്. ഇതിനിടയിൽ അമേരിക്കയും ഈ രാഷ്ട്രീയ മതകളിയിൽ പങ്കാളികളായി. അതുകൊണ്ട് മിഡിൽ ഈസ്റ്റ് ഇന്നും സംഘർഷഭൂമിയായി തുടരുകയാണ്. യുദ്ധം ഒരിക്കലും ഒരു പ്രശ്നത്തിനും പരിഹാരം കൊണ്ടുവരില്ല. ബോംബും മിസൈലും മനുഷ്യരുടെ ജീവൻ മാത്രമേ എടുത്തുകളയൂ. അതിനാൽ ലോകരാജ്യങ്ങൾ ചെയ്യേണ്ടതൊന്നാണ്: യുദ്ധം അവസാനിപ്പിക്കുക, സമാധാന ചർച്ചകൾ ആരംഭിക്കുക, മനുഷ്യജീവിതത്തിന്റെ വില മനസ്സിലാക്കുക. സമാധാനമുണ്ടാകുമ്പോഴാണ് ലോകം മുന്നോട്ടു പോകുക. സമാധാനമുണ്ടാകുമ്പോഴാണ് മനുഷ്യരാശിക്ക് ഭാവിയുണ്ടാകുക.